ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിസിക്സ് ബൈ ഗ്രേസ് യൂട്യൂബ് ചാനൽ. ഇത് മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾസിൻ്റെ രണ്ടാമത്തെ ലെക്ചറാണ്. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കോംപ്ലക്സ് വേരിയബിൾസ് എന്താണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓൾജിബ്രയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനലിറ്റിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോഷി റീമൻ കണ്ടീഷൻസ് എന്താണ്, അതാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കോംപ്ലക്സ് ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. സെഡ് സ്ക്വയർ എഫ് ഓഫ് സെഡ് എന്നുള്ളത് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്നൊരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. അപ്പോൾ സെഡ് സ്ക്വയർ നിങ്ങൾക്കറിയാം, സെഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് പ്ലസ് ഐ വൈ എന്നാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈയുടെ ഹോൾ സ്ക്വയർ എടുക്കുക, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, ആ എക്സ്പാൻഷൻ നമ്മൾ കൊടുത്ത എക്സ് സ്ക്വയർ പ്ലസ് 2i എക്സ് വൈ മൈനസ് വൈ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഗ്രൂപ്പ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ റിയൽ പാർട്ട് കിട്ടി. ഐയുടെ കൂടെയുള്ളതിനെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും, അപ്പോൾ അതിന് പറഞ്ഞാൽ യു എന്നും മറ്റേതിന് വി എന്ന് എഴുതാം. അപ്പോൾ സെഡ് സ്ക്വയർ എന്നുള്ളത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്, കോംപ്ലക്സ് നമ്പർ അല്ല, കോംപ്ലക്സ് ഫംഗ്ഷനാണ്. ഓക്കെ, ഇതേപോലത്തെ കോംപ്ലക്സ് ഫംഗ്ഷൻസ് ധാരാളമുണ്ട്. അവരെ എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, മനസ്സിലായോ? അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് പഠിക്കുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ 11th ക്ലാസ്സിലും ഡിഗ്രിയിലൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇവിടെ കോംപ്ലക്സ് ഫങ്ഷൻസിനെ നമുക്ക് എങ്ങനെ നമുക്കറിയാം, റിയൽ ഫങ്ഷൻസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ നമുക്കറിയാം. പല ഫങ്ഷൻസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കോംപ്ലക്സ് ഫങ്ഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ് ആ കാര്യങ്ങൾ പഠിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഈ MSc സിലബസിൽ പഠിക്കുന്നത്. കോംപ്ലക്സ് ഫങ്ഷൻസിൻ്റെ ഈ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ കൂടി എക്സാമ്പിൾ ഒന്ന് കാണിച്ചോട്ടെ, നിങ്ങൾക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരാൻ വേണ്ടി. 1/z ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. 1/z നമുക്ക് എങ്ങനെ എഴുതാം? 1/z എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ അല്ലേ, 1/x പ്ലസ് ഐ വൈ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഫോമിൽ എഴുതുകയല്ലേ ചെയ്യും. നമ്മളിതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്, അതിൻ്റെ കോൺജുഗേറ്റ് എക്സ് മൈനസ് ഐ വൈ ആണ്. കോൺജുഗേറ്റ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ ഈ എക്സ് മൈനസ് ഐ വൈ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ നമുക്ക് ന്യൂമറേറ്ററിൽ എന്താ കിട്ടുക? എക്സ് മൈനസ് ഐ വൈ കിട്ടും. ഡിനോമിനേറ്ററിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്, അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മൾക്കത് ചെയ്യുമ്പോൾ നമുക്കറിയാം സെഡ് ഇൻറ്റു സെഡ് സ്റ്റാർ ആയിട്ടാണ് വരുന്നത്, സെഡ് സ്ക്വയർ ആണ് വരിക. നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഐ സ്ക്വയർ -1 ആയതുകൊണ്ടാണ് ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൽ, മനസ്സിലായി, മൈനസ് ബി സ്ക്വയറിന് വരാം പ്ലസ് ബി സ്ക്വയർ വരാം. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഐ സ്ക്വയർ -1 ആയതുകൊണ്ട്. നമ്മൾ മുമ്പ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു വൈ ബൈ സെപ്പറേറ്റ് ഡിവിഷൻ കൊടുത്താണ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിന് യു പ്ലസ് ഐ വി, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇതാണ്, എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. അതിൽ യു ആണ് റിയൽ പാർട്ട്, വി ആണ് ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ റിയൽ ഫംഗ്ഷൻ, മനസ്സിലായ, റിയൽ പാർട്ടിൽ വരുന്ന ഫംഗ്ഷനും മറ്റേ ഇത് രണ്ടും, ഇവിടെ ഇത് റിയൽ ഫംഗ്ഷനാണ്, ഇതും റിയൽ ഫംഗ്ഷനാണ്, മനസ്സിലായി. അത് രണ്ട് കൂടുമ്പോഴാണ് കോംപ്ലക്സ് ഫംഗ്ഷനായിട്ട് മാറുന്നത്, മനസ്സിലായി. വെച്ചിട്ട് അതിനെ ജോയിൻ ചെയ്യുമ്പോഴാണ് കോംപ്ലക്സ് ഫംഗ്ഷനായിട്ട്. അപ്പോൾ റിയൽ പാർട്ടിൽ നിന്ന് യു കിട്ടി, നിങ്ങൾക്ക് വിയും കിട്ടി. ഇതാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ രണ്ടാമത്തെ എക്സാമ്പിൾ. നേരത്തെ ഞാൻ സെഡ് സ്ക്വയറിൻ്റെ കേസ് പറഞ്ഞാണ് ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ. ഇങ്ങനെ ധാരാളം കോംപ്ലക്സ് ഫംഗ്ഷൻസ് ഉണ്ട്. അവരെങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അവർ ഡിഫറൻഷ്യബിൾ ആണോ ചെക്ക് ചെയ്യുക, ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. നോക്കൂ, അനലിറ്റിക് ഫങ്ഷൻസ്. അനലിറ്റിക് എന്നുള്ള വേർഡ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡിഫറൻഷ്യബിൾ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഒരു പോയിന്റിൽ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ചെറിയ റീജിയനിലെങ്കിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. നോക്കി ഈ ഡെഫിനിഷൻ വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇഫ് എഫ് ഓഫ് സെഡ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സെഡ് ഈക്വൽ ടു Z0 and in some small region around Z0 we say that f of z is analytic at z equal to Z0. അപ്പോൾ z equal to Z0 എന്നൊരു പോയിന്റ് എടുക്കൂ. ആ പോയിന്റിൽ ഇതാണ് Z0 എന്നുള്ള പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ ഫംഗ്ഷൻ അനലിറ്റിക് എന്ന് പറയുകയാണെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ ഒരു ചെറിയ റീജിയനിലെങ്കിലും അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഈ പോയിന്റിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയാൽ പോരാ,
ഇറ്റ് ഹാസ് ടു ബി ഡിഫറൻഷ്യബിൾ ഇൻ എ വെരി സ്മോൾ റീജിയൻ, അറ്റ്ലീസ്റ്റ് എ വെരി സ്മോൾ റീജിയൻ ഞാൻ പറയട്ടെ. അപ്പോൾ എന്താ അനാലിറ്റിക് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിൾ എന്ന് തന്നെ അർത്ഥം. പക്ഷെ ഒരു പോയിന്റിൽ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള അതിന് നൈബറിങ് ആയിട്ടുള്ള ഒരു സ്മോൾ റീജിയനിലും ആ ഫംഗ്ഷൻ എന്തായിരിക്കണം, ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അപ്പോഴാണ് ഇതിനെ അനാലിറ്റിക് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു പോയിന്റിലും അതിന് ചുറ്റുമുള്ള ഒരു ചെറിയ റീജിയനിലും ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ അനാലിറ്റിക് ഫംഗ്ഷൻ വിളിക്കുക. അപ്പോൾ അതിൽ യാതൊരു സംശയം വേണ്ട, അനാലിറ്റിക് എന്നുള്ള വേർഡ് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്, ഡിഫറൻഷ്യബിൾ തന്നെയാണ്. പക്ഷേ ഒരു പോയിന്റിൽ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയ പോലെ ഒരു ചെറിയ റീജിയനിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. മനസ്സിലായല്ലോ? ഇനി ചില ഫംഗ്ഷൻസ് ഉണ്ട്, ഇപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് ഒക്കെയാണെന്ന് വിചാരിക്കൂ, അതിന് ത്രൂ ഔട്ട് കോംപ്ലക്സ് പ്ലെയിനിൽ നമുക്ക് ഡിഫറൻഷ്യബിൾ ആണ്. ഒരു ഫൈനൈറ്റ് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആ ഇൻഫിനിറ്റി ഒന്നും വരാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ത്രൂ ഔട്ട് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് നമ്മൾ എന്താ വിളിക്കുക, എൻഡിയർ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. എൻഡിയർ ഫംഗ്ഷൻ മനസ്സിലായി? അപ്പോൾ എൻഡിയർ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു ത്രൂ ഔട്ട് കോംപ്ലക്സ് പ്ലെയിനിൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എൻഡിയർ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അനാലിറ്റിക് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കോഷി റീമൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കോഷി റീമൻ കണ്ടീഷൻ നോക്കാം. മനസ്സിലായോ? കോഷി റീമൻ കണ്ടീഷൻ നോക്കാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ഫംഗ്ഷൻ. നോക്കൂ, ഇതാണ് നമ്മൾ ജനറലി ഫംഗ്ഷൻസിനെ അങ്ങനെയാണല്ലോ എഴുതുന്നത്. കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. u real part of the function and v is the imaginary part of the function. ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. then the derivative of f dash of z exists only if ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് z. മനസ്സിലായോ? അപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏത് കണ്ടീഷൻ? ആ കണ്ടീഷൻസിനെയാണ് ഞാൻ ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ള കണ്ടീഷൻസിനെയാണ് കോഷി റീമൻ കണ്ടീഷൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്താണ്, ഡെൽ യു ബൈ ഡെൽ എക്സ്. നിങ്ങൾ ഡോന്നായിരിക്കാൻ ചിലപ്പോൾ വായിക്കുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിൽ വായിച്ചോളൂ. ഞാനിങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഡെൽ യു ബൈ ഡെൽ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽ വി ബൈ ഡെൽ വൈ ആൻഡ് ഡെൽ യു ബൈ ഡെൽ വൈ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ വേരിയബിൾസ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തതിൽ ഡെൽ യു ബൈ ഡെൽ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ബൈ ഡെൽ എക്സ്. ഓക്കെ, അപ്പോൾ ഒരു മൈനസ് സൈൻ വരുന്നുണ്ട്. വേരിയബിൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു മൈനസ് സൈൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് ഡെൽ യു ബൈ ഡെൽ എക്സ് ഈക്വൽ ടു ഡെൽ വി ബൈ ഡെൽ വൈ ആകണം. അതേപോലെ ഡെൽ യു ബൈ ഡെൽ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ബൈ ഡെൽ എക്സ് ആകണം. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. അതിന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയണം, എക്സിസ്റ്റ് ചെയ്യാന്ന് പറയാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഫംഗ്ഷൻ എന്താവുള്ളൂ, ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. മനസ്സിലായ? അല്ലെങ്കിൽ അനാലിറ്റിക് ആവുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാത്രം ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ദിസ് ഇസ് നോട്ട് സഫിഷ്യൻറ്റ്. ഞാൻ ഉദ്ദേശിച്ചതാണ്, നിങ്ങൾ ഇത് വായിച്ചു നോക്കൂ. കോഷി റീമൻ കണ്ടീഷൻസ്, ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചു നോക്കൂ. കോഷി റീമൻ കണ്ടീഷൻസ് ആർ ദ നെസസറി കണ്ടീഷൻസ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ that function should satisfy Cauchy Riemann conditions, but that only is not sufficient. നോക്കൂ, നെസറി എന്ന് പറഞ്ഞാൽ എന്താ, തീർച്ചയായിട്ടും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം, പക്ഷെ ഇത് മാത്രം പോരാ. മനസ്സിലായി? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ കൊണ്ട് മാത്രം പോരാ. പിന്നെ എന്ത് വേണം, സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. നോക്കൂ, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് സഫീഷ്യൻ്റ് കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കോഷി റീമൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ടാമത് ഇപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഡെറിവേറ്റീവ്സ് ഒക്കെ ഉണ്ടല്ലോ, ഡെൽ യു ബൈ ഡെൽ എക്സ്, ഡെൽ യു ബൈ ഡെൽ വൈ, അത് കോഷി റീമൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഡെൽ വി ബൈ ഡെൽ എക്സ്, ഡെൽ വൈ ബൈ ഡെൽ വൈ, അവരൊക്കെ കണ്ടിന്യൂസ് ആയിരിക്കണം. മനസ്സിലായി? അവർക്ക് എവിടെയും ബ്രേക്ക് ഉണ്ടാകാൻ പാടില്ല. ആ ചെറിയ റീജിയൻ, നമ്മൾ പറയുന്ന ഒരു ചെറിയ റീജിയനില്ലേ, അനാലിറ്റിക് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ റീജിയൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്നല്ല പറയാം, ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിരിക്കണം. ആ ചെറിയ റീജിയനിൽ നമ്മൾ പറയുന്നില്ലേ, ആ ചെറിയ റീജിയനിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. മനസ്സിലായോ? അപ്പോൾ കോഷി റീമൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നെസസറി ആണ്, ബട്ട് ദാറ്റ് ഓൺലി ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. സഫിഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്താ, കോഷി റീമൻ കണ്ടീഷൻസ് പ്ലസ് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്തായിരിക്കണം, ആ ചെറിയ റീജിയനിൽ കണ്ടിന്യൂസ് ആയിരിക്കണം.
പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ. അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് 2x² കിട്ടിയെന്നായിരിക്കും ഡെൽ യു ബൈ ഡെൽ വൈ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഡെൽ എക്സ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. അത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആണ്. അതിന് ഗ്രാഫ് കണ്ടിന്യൂസ് അല്ലേ? 2x² ഗ്രാഫ് അല്ലേ? ഒരു പരാബോളിക് അത് കണ്ടിന്യൂസ് അല്ലേ? മനസ്സിലായോ? ഏതെങ്കിലും പോയിന്റ് ബ്രേക്ക് വന്നാലാണ് ഇപ്പം കണ്ടിന്യൂസ് എന്താ ഗ്രാഫ് പഠിക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റണം. മനസ്സിലായോ? ഒരിടത്ത് ഇങ്ങനെ വരച്ചു പിന്നെ ഒരിടത്ത് ഇങ്ങനെ വരയ്ക്കേണ്ട വന്നാൽ നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് അല്ല എന്ന് പറയും. സഡൻ ചേഞ്ച് അല്ലേ? അതല്ലേ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ സഡൻ ചേഞ്ചുകൾ വരും. അതാണ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇത് കാണുമ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട. അനലിറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഡിഫറൻഷ്യബിൾ എന്നാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പോയിന്റിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയാൽ പോരാ, അതിൻ്റെ നൈബറിങ് ആയിട്ടുള്ള ഒരു സ്മോൾ റീജിയനിൽ ഡിഫറൻഷ്യബിൾ ആകാം. മനസ്സിലായോ? നമുക്ക് തന്നിട്ടുള്ള ഒരു ചെറിയ റീജിയനിൽ ഡിഫറൻഷ്യബിൾ ആകാം. ഇനി ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആകാനുള്ള നെസസറി കണ്ടീഷൻസ് ആണ് കോഷി-റീമൻ കണ്ടീഷൻസ്. ഒരു ഫംഗ്ഷൻ കോഷി-റീമൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അത് ഒരിക്കലും അനലിറ്റിക് ആകില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം. പക്ഷേ കോഷി-റീമൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാത്രം അത് അനലിറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെന്ത് വേണം? ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്തായിരിക്കണം? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണ്. അവർ ആ റീജിയനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ റീജിയനിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആ സ്മോൾ റീജിയനിൽ ഇവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കണം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ച് കിട്ടുന്ന ഫംഗ്ഷൻസ് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കണം. ഇറേസ്ഡ് എക്സ് പോലെയോ അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻസോ അങ്ങനത്തെ ഫംഗ്ഷൻസ് ആയിരിക്കണം. മനസ്സിലായോ? കണ്ടിന്യൂസ് അല്ലാത്ത പല ഫംഗ്ഷൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിഗ്നം ഫംഗ്ഷനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻസ് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് കിട്ടണം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ചെയ്യുമ്പോൾ. ഇവിടെ നിങ്ങൾക്ക് യാതൊരു സംശയമില്ലാണ്ട് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അനലിറ്റിക് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കോഷി-റീമൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ടോ നോക്കാം. പിന്നെ ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡെൽ യു ബൈ ഡെൽ എക്സ്, ഡെൽ യു ബൈ ഡെൽ വൈ, ഡെൽ വി ബൈ ഡെൽ എക്സ്, ഡെൽ വി ബൈ ഡെൽ വൈ, ആ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സും ആ റീജിയനിൽ കണ്ടിന്യൂസ് ആണോ നോക്കാം. ചിലപ്പോൾ റീജിയനും തരില്ല. നിങ്ങൾ ജനറലി അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണോ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, ചെക്ക് വെദർ ദ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഈസ് അനലിറ്റിക് ഓർ നോട്ട്. ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ കോഷി-റീമൻ കണ്ടീഷൻ പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ 2-3 പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം അതിനുശേഷം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ പ്രൂഫ് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, എഫ് ഓഫ് സെഡ് എന്നുള്ളത് എന്താണ്? സെഡ് സ്ക്വയർ ആണ്. സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ ആണ്. എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2i(xy) എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് ഐ വൈ സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? മൈനസ് വൈ സ്ക്വയർ അല്ലേ കിട്ടുക? അതെ, ഐ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഐ സ്ക്വയർ -1 ആയതുകൊണ്ട് -1. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. അപ്പോൾ ഇതിൽ യു എന്നുള്ളത് റിയൽ പാർട്ട്, ഈ പാർട്ട്, ഇമാജിനറി പാർട്ട് വി ഇത്. അപ്പോൾ യു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് ആൻഡ് വി ഈസ് ഈക്വൽ ടു 2xy. ഇതിൽ നിങ്ങൾ ഡെൽ യു ബൈ ഡെൽ എക്സ് കണ്ടുപിടിക്കുക ആദ്യം. അപ്പോൾ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കണം, കാരണം പാർഷ്യൽ ഡെറിവേറ്റീവ് ആണല്ലോ. വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് വിചാരിച്ചിട്ട് യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ്. അപ്പോൾ 2x അല്ലേ കിട്ടുക. അതേപോലെ യുവിന് തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക എന്താ കിട്ടുക? ഇതാ ഞാൻ താഴെ എഴുതാം. ഡെൽ യു ബൈ ഡെൽ വൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -2y അല്ലേ? ഈ എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വൈ സ്ക്വയറിനെ മൈനസ് വൈ സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് -2y കിട്ടും. ഇനി ഡെൽ വി ബൈ ഡെൽ എക്സ്, വിയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സിന് 1, വൈ കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ 2y. ഡെൽ വി ബൈ ഡെൽ വൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 2x കിട്ടും. ഇനി നോക്കൂ, നമ്മുടെ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കോഷി-റീമൻ കണ്ടീഷൻസ്. ഡെൽ യു ബൈ ഡെൽ എക്സ് എന്തായിരിക്കണം? ഡെൽ യു ബൈ ഡെൽ എക്സ് എന്നുള്ളത് 2x ആണ്. അത് ഡെൽ വി ബൈ ഡെൽ വൈക്ക് സെയിം ആണിതാ. ഇവർ രണ്ടാളും സെയിം ആണ്.
ഇതാ ഇത് രണ്ടും സെയിം ആണ്. മനസ്സിലായോ? ഇനി ഇവ രണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം അല്ല, ഇവർ രണ്ടും തമ്മിൽ ഒരു മൈനസിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. ഇതാ ഒരു മൈനസിൻ്റെ വ്യത്യാസം ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഡെൽ യു ബൈ ഡെൽ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽ വി ബൈ ഡെൽ എക്സ്. കണ്ട? അപ്പോൾ നമുക്കിതൊന്ന് പറയാം therefore Cauchy-Riemann conditions are satisfied. ഇനി ഞാൻ എഴുതുമ്പോൾ ഞാൻ CR കണ്ടീഷൻസ് ചുരുക്കി എഴുതും. അപ്പം ഞാൻ ഫുള്ളായിട്ട് എഴുതണം Cauchy-Riemann conditions are satisfied. പെട്ടെന്ന് തന്നെ ഫംഗ്ഷൻ അനലിറ്റിക് എന്ന് എഴുതരുത്. Cauchy-Riemann കണ്ടീഷൻസ് നെസസറി കണ്ടീഷൻസ് ആയിട്ടുള്ളൂ, സഫീഷ്യൻ്റ് ആയിട്ടില്ല. ഇനി എന്തുകൂടി നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് കിട്ടിയ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് കിട്ടിയ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡെൽ യു ബൈ ഡെൽ എക്സ് 2x കിട്ടിയത് പോളിനോമിയലാണ്, ഒരു ലീനിയർ അല്ലേ, സ്ട്രേറ്റ് ലൈൻ, അത് കണ്ടിന്യൂസ് ആണ്. ഡെൽ യു ബൈ ഡെൽ വൈയോ അതും ദാ -2y, അതും കണ്ടിന്യൂസ് ആണ്, ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് അല്ലേ, പോളിനോമിയൽ ഫംഗ്ഷൻ ജനറലി പറയാം. ഇതും അല്ലേ പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ, ഇതൊക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എഴുതുകയാണ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ അല്ലേ, ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ കണ്ടിന്യൂസ്, therefore we can say that the function is analytic. അങ്ങനെയാണ് എഴുതുന്നത്. ഓൾസോ the partial derivatives ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാ, ഡെൽ യു ബൈ ഡെൽ എക്സ് എക്സെട്ര ചുരുക്കി എഴുതാണ്, ആർ കണ്ടിന്യൂസ്. therefore the given function is analytic. അല്ലെങ്കിൽ therefore the function f of z equal to z square is analytic. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലായി, എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ലാസ്റ്റ് വാചകം ഒഴിവാക്കരുത്. പെട്ടെന്ന് Cauchy-Riemann കണ്ടീഷൻസ് കിട്ടിയതുകൊണ്ട് മാത്രം അനലിറ്റിക് എന്ന് പറയരുത്. മനസ്സിലായ? അത് മെയിൻ പാർട്ടാണ്, പക്ഷെ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഒന്നുകൂടി നോക്കിയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണോ നോക്കിയിട്ട് കൃത്യമായിട്ടൊന്ന് എഴുതി വയ്ക്കണം. നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. Check whether the complex function f of z equal to z star is analytic or not. നമുക്ക് z star എന്നുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലേന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നോക്കൂ ഇവിടെ എന്താണ് z star എന്ന് പറഞ്ഞാൽ, z star നമ്മൾ മുമ്പ് എഴുതിയിരുന്നു അല്ലേ, f of z equal to z star. z star എന്ന് പറഞ്ഞാൽ z കോൺജുഗേറ്റ് ആണ് അല്ലേ, z കോൺജുഗേറ്റ് ആണ്. അപ്പോൾ അത് x മൈനസ് i y ആണ് അല്ലേ. ഈ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ എന്താ ഇവിടുത്തെ u എന്താ, എക്സ് ആണ് അല്ലേ, റിയൽ പാർട്ട്, ആൻഡ് വി ഏതാണ്, -y ആണ്, ദ ഇമാജിനറി പാർട്ട്, -y ഐയുടെ കൂടെ ഉള്ളത്. Cauchy-Riemann കണ്ടീഷൻസ് നോക്കൂ, ഡെൽ യു ബൈ ഡെൽ എക്സ് കണ്ടുപിടിക്കണം, ഡെൽ യു ബൈ ഡെൽ വൈ കണ്ടുപിടിക്കണം, ഡെൽ വി ബൈ ഡെൽ എക്സ് കണ്ടുപിടിക്കണം, ഡെൽ വി ബൈ ഡെൽ വൈ കണ്ടുപിടിക്കണം. എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. പെട്ടെന്ന് ഞാൻ എഴുതാം, വിത്ത് റെസ്പെക്ട് ടു എക്സ്, യുവിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 1 അല്ലേ കിട്ടുക, യുവിന് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഇവിടെ വൈ ഇല്ല അല്ലേ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 0 അല്ലേ കിട്ടുക. ഇനി വി എ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 0 അല്ലേ കിട്ടുക, വി എ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, നമുക്ക് ഇത് രണ്ടും സെയിം അല്ലേ കിട്ടണ്ടേ Cauchy-Riemann കണ്ടീഷൻസിൽ. ഡെൽ യു ബൈ ഡെൽ എക്സ് ഇവിടെ 1 ആണ്, ദറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഡെൽ വി ബൈ ഡെൽ വൈ. ഇവിടെ -1 അല്ലേ, -1 അല്ലേ, ഈക്വൽ അല്ല, ഞാൻ അവിടെ എടുത്ത് എഴുതിയപ്പോൾ -1 എഴുതിയില്ല അല്ലേ, ഡെൽ വി ബൈ ഡെൽ വൈ -1 ആണ്. അപ്പോൾ ഈക്വൽ അല്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദ ഫംഗ്ഷൻ ഈസ് നോട്ട് അനലിറ്റിക് അല്ലേ. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഫംഗ്ഷൻ എഴുതി തള്ളാണ്, therefore f of z equal to z star is not analytic.
മനസ്സിലായോ? ഇനി വേറെ നോക്കണ്ട, അനലിറ്റിക് അല്ല, ഏതെങ്കിലും ഒരു കണ്ടീഷൻ കോഷി റീമൻ കണ്ടീഷൻ്റെ ഉണ്ട്, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യണം, 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. അതിൽ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ നമുക്ക് അനലിറ്റിക് എല്ലാം തീർത്ത് പറയാൻ പറ്റും. അടുത്ത നമുക്ക് വേറൊരു ഫംഗ്ഷനിലേക്ക് പോകാം. ഡിറ്റർമിൻ വെദർ ദ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഇക്വൽ ടു 1/z ഈസ് അനലിറ്റിക് ഓർ നോട്ട്. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ എഫ് ഓഫ് സെഡ് ക്വസ്റ്റിൻ്റെ സൊല്യൂഷനാണ്, പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ്. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 1/z. സെഡ് എന്നുള്ളത് നമുക്കറിയാം എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലേ. അപ്പോൾ 1/z എന്നുള്ളത് 1/x പ്ലസ് ഐ വൈ ആണ്. പക്ഷേ ഇതിന് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട്, ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് കോഞ്ചുഗേറ്റ് അല്ലേ. എക്സ് പ്ലസ് ഐ വൈ അല്ലേ ഡിനോമിനേറ്റർ. അപ്പോൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് ചെയ്താൽ എക്സ് മൈനസ് ഐ വൈ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, എക്സ് മൈനസ് ഐ വൈ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. ന്യൂമറേറ്ററിൽ എക്സ് മൈനസ് ഐ വൈ ആണ്, താഴെ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ ബി സ്ക്വയർ എഴുതുമ്പോൾ ഇതാ എന്താ നമുക്ക് കിട്ടുക, പ്ലസ് വൈ സ്ക്വയർ എന്നാട്ടോ അല്ലേ. മനസ്സിലായി? ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്നാണ് വരിക കേട്ടോ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ മൈനസ് 1 അല്ലേ, വൈ സ്ക്വയർ. അതുകൊണ്ട് ഇത് പ്ലസ് ആകുന്ന കേട്ടോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അല്ലെങ്കിൽ തന്നെ അറിയാം നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനോ അതിൻ്റെ കോഞ്ചുഗേറ്റ് കൂടി മൾട്ടിപ്ലൈ, സെഡ് സ്റ്റാർ മൾട്ടിപ്ലൈ ചെയ്താൽ സെഡ് സ്ക്വയർ ആണ് കിട്ടുകയെന്ന് ഞാൻ, മോഡ് സെഡ് ആണ്, മോഡ് സെഡിൻ്റെ സ്ക്വയറാണ് കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ. സെഡ് സ്റ്റാർ മൾട്ടിപ്ലൈ ആണെങ്കിൽ മോഡ് സെഡിൻ്റെ സ്ക്വയർ ആണ് കിട്ടുക. നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. 1 സെക്കൻഡ്. സെഡിൻ്റെ സെഡ് സ്റ്റാർ ചെയ്താൽ മോഡ് സെഡിൻ്റെ സ്ക്വയർ ആണ് കിട്ടുക. നമ്മൾ മോഡ് സെഡ് എന്നാണ് പറഞ്ഞത്, മോഡ് സെഡ് അല്ല, മോഡ് സെഡിൻ്റെ സ്ക്വയർ ആണ് കിട്ടുക കേട്ടോ. ഇത് മോഡ് സെഡിൻ്റെ സ്ക്വയർ ആണ്. മോഡ് സെഡ് എന്നുള്ളത് എന്താ, മോഡ് സെഡ് എന്നുള്ളത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അവിടെ ഒരു കറക്ഷൻ ഞാൻ പറയുകയാണ് കേട്ടോ, മുമ്പ് പറഞ്ഞൊരു കറക്ഷൻ പറയുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ശ്രദ്ധിക്കാണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് കിട്ടുന്നത്. ഇനി ഇതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ റിയൽ പാർട്ട് എക്സ് ബൈ, സെപ്പറേറ്റ് ഡിവിഷൻ കൊടുക്കുക, എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഐ ഇൻറ്റു ഇമാജിൻ വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് ആ യു പ്ലസ് ഐ വി എന്നുള്ള ഫോമിലേക്ക് മാറ്റി, വിച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് യു എന്നുള്ളത് എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ആൻഡ് ഇമാജിനറി പാർട്ട് വി ഈസ് ഈക്വൽ ടു വൈ ഡിവൈഡ്, മൈനസ് കൂടി എടുക്കണേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി ഇതിനെ നമ്മൾ ഡെൽ യു ബൈ ഡെൽ എക്സ് കണ്ടുപിടിക്കണം, ഡെൽ യു ബൈ ഡെൽ വൈ കോഷി റീമൻ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം നമ്മൾ ആദ്യം. അപ്പോൾ ഡെൽ യു ബൈ ഡെൽ എക്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മളിത് കോഷ്യൻ റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ, കോഷ്യൻ റൂൾ വെച്ച് ചെയ്യണം, ഡിനോമിനേറ്റർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ്, 2x ആണ് വരിക, വൈക്ക് 0 ആണ് വരിക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈക്വൽ ടു ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് കിട്ടുക വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതേപോലെ നമ്മൾക്ക് ഡെൽ യു ബൈ ഡെൽ വൈ കണ്ടുപിടിക്കുക അടുത്ത പേജിലുണ്ട്. ഡെൽ യു ബൈ ഡെൽ വൈ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ റൂൾ യൂസ് ചെയ്യണം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. നമ്മൾ വിത്ത് റെസ്പെക്ട് വൈ ആണ് ഡിഫറൻഷ്യേറ്റ്, ശ്രദ്ധിക്കണം. അപ്പോൾ ന്യൂമറേറ്റർ എക്സ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം വാനിഷ് ചെയ്യും, 0 ആയി പോകും. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ നമുക്ക് 2y ആണ് കിട്ടുക, ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. സോ വി ഗെറ്റ് മൈനസ് 2xy, ഫസ്റ്റ് ടൈം 0 ആയി പോയി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതേപോലെ ബാക്കി നമുക്ക്
വൈയുടെ കോഎഫിഷ്യൻസ് സോറി വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വൈ മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. പെട്ടെന്ന് ചെയ്യാം. വൈ അല്ല വി മൈനസ് വൈ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇതിൻ്റെ ഡെൽ വി ബൈ ഡെൽ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം ഡെൽ വി ബൈ ഡെൽ എക്സ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു മൈനസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ 2x വരും. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഫസ്റ്റ് ടൈം ഇവിടെ 0 ആയിപ്പോയി, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. സെക്കൻഡ് ടൈം നമുക്ക് കിട്ടാം 2xy ആണ്, 2 മൈനസ് പ്ലസ് ആവും. ഡിവൈഡ് ബൈ ഇവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ, ഡിനോമിനേറ്റർ സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. യെസ്. ഇനി ഡെൽ വി ബൈ ഡെൽ വൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് വൈ ഡെറിവേറ്റീവ് -1 പിന്നെ ന്യൂമറേറ്റർ ഇൻറ്റു മൈനസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ 2y അല്ലേ, ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു -1 2 മൈനസ് ഉണ്ട്, ഇവിടെ 2 മൈനസ് ഉണ്ട്, അപ്പോൾ പ്ലസ് ആവും. അപ്പോൾ ഇവിടെ പ്ലസ് 2y സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു -1 അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് 2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് എടുത്ത് എഴുതാം. ഡെൽ വി ബൈ ഡെൽ വൈ നമുക്ക് കിട്ടിയത് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് കോഷി-റീമൻ കണ്ടീഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഡെൽ യു ബൈ ഡെൽ എക്സ് കണ്ടുപിടിച്ച് ഇവിടെയുണ്ട്. അത് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇതാ ഡെൽ യു ബൈ ഡെൽ എക്സ് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയത് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ ആയിരുന്നു. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാ ഡെൽ യു ബൈ ഡെൽ എക്സും ഡെൽ വി ബൈ ഡെൽ വൈയും സെയിം ആണ്. ഡെൽ യു ബൈ ഡെൽ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽ വി ബൈ ഡെൽ വൈ. ഇനി ഡെൽ വി ബൈ ഡെൽ എക്സും മനസ്സിലായി, അല്ലെങ്കിൽ ഡെൽ യു ബൈ ഡെൽ വൈയും ഡെൽ വി ബൈ ഡെൽ എക്സ് സെയിം ആണ്. നോക്കാം കിട്ടിയിട്ടില്ല, നോക്കാം നമുക്ക്. ഡെൽ യു ബൈ ഡെൽ വൈ ഇതാണ്. അതുപോലെ ഡെൽ വി ബൈ ഡെൽ എക്സ് അല്ലേ, ഇവിടെ അത് രണ്ടും തമ്മിലൊരു മൈനസിൻ്റെ വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതും ആ കണ്ടീഷനും കറക്റ്റായി അല്ലേ. ഡെൽ വി ബൈ ഡെൽ എക്സും ഡെൽ യു ബൈ ഡെൽ വൈയും തമ്മിലൊരു മൈനസിൻ്റെ വ്യത്യാസമുണ്ട്. മനസ്സിലായി, കറക്റ്റായി. അപ്പോൾ ഈ കണ്ടീഷൻസ് ദെർഫോർ സി ആർ കണ്ടീഷൻസ്, കോഷി-റീമൻ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. കോഷി-റീമൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അനലിറ്റിക് ആണെന്ന് പറയാൻ എന്ത് ചെയ്യണം, ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ വരുന്ന ഫംഗ്ഷൻസിലാണ് നമുക്കിങ്ങനെ ചെക്ക് ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഡെൽ യു ബൈ ഡെൽ എക്സ് തന്നെ നമ്മൾ നോക്കൂ, നമുക്ക് കിട്ടിയ റിസൾട്ട് അല്ലേ. അതുപോലെ ഇത് 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലേ, ഒന്നാമത് ഇവിടെ, പിന്നെ രണ്ടാമത് ഇവിടെയുണ്ട്, മൂന്നാമത്തത് ഇവിടെയുണ്ട്, നാലാമത്തെ ഇവിടെയുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നോക്കി ഈ ഡിനോമിനേറ്റർ 0 ആണല്ലോ, എന്തെങ്കിലും സാധ്യതയുണ്ടോ? പെട്ടെന്ന് നോക്കുമ്പോൾ ഇല്ലാന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ ഉണ്ട്. എക്സും വൈയും 0, രണ്ടും 0 ആകുന്ന പോയിന്റ് ഇല്ലേ, നമ്മൾ അതിനെ z ഈക്വൽ ടു 0 എന്ന് പറയാം. z0 എന്ന് പറഞ്ഞാൽ എന്താ, 0 പ്ലസ് 0 i അല്ലേ, z ഈക്വൽ ടു 0. ആ z ഈക്വൽ ടു 0 വരുന്ന പോയിന്റ് ഇല്ലേ, അപ്പോൾ എക്സും 0 ആണ്, വൈയും 0, റിയൽ പാർട്ടും 0, ഇമാജിനറി പാർട്ട്. z ഈക്വൽ ടു 0 വരുന്ന പോയിന്റ് അല്ലേ, നമ്മൾ ആ കോംപ്ലക്സ് പ്ലെയിൻ്റെ ഒറിജിൻ, അവിടെ ഡിനോമിനേറ്റർ 0 വരും. മനസ്സിലായി. അപ്പോൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് മനസ്സിലായ ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല.
പാർഷ്യൽ ഡെറിവേറ്റീവ്. നോക്കൂ, ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. അതുപോലെ ഇവിടെയും ഡിനോമിനേറ്റർ ഉണ്ട്, ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പോയിന്റിൽ മാത്രം z = 0 എന്നുള്ള പോയിന്റിൽ മാത്രം, വേറൊരു പോയിന്റ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വേറെ പോയിന്റിൽ അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ z ഡിനോമിനേറ്റർ 0 വരുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് എഴുതി വയ്ക്കുക. മനസ്സിലായോ? ആ പോയിന്റിൽ അനലിറ്റിക് അല്ല. മനസ്സിലായോ? ആ പോയിന്റിന് ചുറ്റും നമ്മൾ ചെറിയ റീജിയൻ എടുത്താൽ നമുക്ക് അത് അനലിറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. ബാക്കി എല്ലാ പോയിന്റിലും അനലിറ്റിക് ആണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? The partial derivatives, I mean del u by del x etc. are continuous, എല്ലായിടത്തും അല്ല, except at z = 0. Therefore, the function f of z equal to either നമ്മുടെ 1/z is analytic at all points except at z = 0. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്താണ്, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആകാനുള്ള കണ്ടീഷൻ, കോഷി റീമൻ കണ്ടീഷൻ, നെസറി കണ്ടീഷൻ, അതുപോലെ സഫിഷ്യൻറ്റ് കണ്ടീഷൻ. പിന്നെ കോഷി റീമൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതോടുകൂടി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിരിക്കണം. മനസ്സിലായി? ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. കുറച്ച് പ്രോബ്ലംസ്, 3 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. മനസ്സിലായോ? ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്, കോഷി റീമൻ കണ്ടീഷൻസ് നമുക്ക് പ്രൂവ് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, പറ്റിയ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസും ചെയ്യാം. അനലിറ്റിക് ഫംഗ്ഷൻസിൻ്റെ കൂടുതൽ എക്സാമ്പിൾസും വേറൊരു വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.